ഡിസംബർ 11 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുന്നംകുളം നഗരസഭയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർഡ് വിഭജനത്തെ തുടർന്ന് 39 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് നഗരസഭയിൽ വ്യാഴാഴ്ച നടക്കുന്നത്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ ആരംഭിക്കും. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 10 മണിയോടെ കുന്നംകുളം ടൗൺ ഹാളിൽ നിന്നും ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാർ യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളും കൈപ്പറ്റി. തുടർന്ന് അതത് പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോളിംഗിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസർമാർ അറിയിച്ചു. ഹരിതചട്ടം പാലിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ 39 ബൂത്തുകളിലായി 5 വീതം ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് നിയന്ത്രിക്കും. എല്ലാ ബൂത്തുകളിലും പോലീസ്, ഫയർഫോഴ്സ്, ഹരിതകർമ്മസേന എന്നിവയുടെ സേവനവും പ്രത്യേകം ഉറപ്പുവരുത്തും. ഹരിതകർമ്മസേന മുഴുവൻ സമയവും ബൂത്തുകളിൽ സേവനമനുഷ്ഠിക്കും. ബൂത്തുകളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് പ്രത്യേകം ബിന്നുകളിലാക്കി ഗ്രീൻ പാർക്കിലെത്തിക്കും. എല്ലാ ബൂത്തുകളും ഭിന്നശേഷി സൌഹൃദമാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും വാഹന സൌകര്യങ്ങളുണ്ടാകും. കുടിവെള്ളവും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ വടുതല ഗവൺമെന്റ് UP സ്കൂളിലും MJD സ്കൂളിലുമാണ്. 3 വീതം പോളിംഗ് സ്റ്റേഷനുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. സംഘർഷ സാധ്യതയുള്ള ബൂത്തുകൾ ഇല്ലെങ്കിലും എല്ലാ ബൂത്തുകളിലും പ്രത്യേകം കരുതൽ എടുക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോളിംഗ് ദിവസം ബൂത്തുകളിലേക്ക് ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക വാഹന സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പുതിയ ബസ് സ്റ്റാൻഡിലും ടൗൺഹാളിലും പ്രത്യേക സൌകര്യം ഒരുക്കുമെന്ന് സെക്രട്ടറി KK മനോജ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം കളക്ടർ അർജുൻ പാണ്ഡ്യൻ നഗരസഭാ ടൗൺഹാളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി. നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ എല്ലാ ബൂത്തുകളും സന്ദർശിച്ച് ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ടൗൺഹാളിൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കായി സെക്രട്ടറി AR ഒമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പരിശീലന ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. ഡിസംബർ 13 വോട്ടെണ്ണൽ നടക്കുന്ന ടൗൺഹാളിൽ എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്.